ഇത്തവണ യു ഡി എഫിനെ സംബന്ധിച്ച് അവർക്കുള്ളൊരു അനുകൂല ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും മുമ്പ് മുസ്ലിം ലീഗിനും പാണക്കാട് തങ്ങന്മാർക്കും ഒക്കെ എതിരെ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും അത് മറന്നുകൊണ്ട് മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി യു ഡി എഫിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുണ്ട്. പിന്നെ ആര്യാടൻ ഷൗക്കത്തിനും ആര്യാടൻ മുഹമ്മദിനും മുസ്ലിം സംഘടനകൾക്കിടയിൽ ഉണ്ടായിരുന്നൊരു ഇമേജുണ്ട്. ഒരു അൾട്രാ സെക്യുലർ എന്ന നിലയിൽ മുസ്ലിം സംഘടനകളെയും മുസ്ലിം മത നേതൃത്വത്തെയും വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന രണ്ട് പേർ എന്നതിനപ്പുറം അവർ ആ ഒരു ഇമേജൊക്കെ മാറ്റിയിട്ടുണ്ട്. ആര്യാടൻ മുഹമ്മദ് എന്നതിനപ്പുറം ആര്യാടൻ ഷൗക്കത്ത് തന്നെ സ്വന്തം ഇമേജ് മാറ്റാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു അൾട്രാ സെക്യുലർ നിലപാടുള്ള ആളല്ല. ഉമ്മറക്കൊക്കെ പോയി അപ്പോൾ അങ്ങനെ ആ ഇമേജ് മാറ്റാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഈ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്തതോ തിരക്കഥെഴുതോ ആയ സിനിമകളെക്കുറിച്ചുള്ള മൂവി റിവ്യൂ 10-25 വർഷത്തിന് ശേഷം ഇടുന്നത് മുഴുവൻ ലെഫ്റ്റ് ഹാൻഡിൽസ് ആണ്. നല്ല സിനിമയാണെന്നൊക്കെ ഇങ്ങനെയൊക്കെ നല്ല സിനിമകളൊക്കെ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം കേവലം കോൺഗ്രസ്സുകാരനല്ല, അതേ കൂടി നല്ല കാമ്പുള്ള മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് റിവ്യൂ എഴുതുന്നുണ്ട്. ആ റിവ്യൂ എന്തിനാണ്? അത് ലീഗുകാർ വായിക്കാൻ വേണ്ടിയാണ്, കുത്തിപ്പൊക്കുന്നത് മുസ്ലിം ലീഗുകാർ വായിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതെന്തും ആവട്ടെ, അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആ ഒരു ഇമേജ് ആര്യാടൻ ഷൗക്കത്ത് സ്വയം ഷെഡ് ചെയ്ത് കളഞ്ഞ സ്ഥാനമാണ്. അതിപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് ആ ഇമേജ് ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് പേടിക്കേണ്ട. പക്ഷേ മുസ്ലിം ലീഗ് വോട്ടുകൾ കൃത്യമായിട്ട് പോൾ ചെയ്യുന്നുണ്ടെന്നും മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രചാരണത്തിന് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് യു ഡി എഫ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വോട്ട് വെച്ചിട്ടാണ് സതീശൻ്റെ ആത്മവിശ്വാസം ഇത് പിടിക്കാൻ പറ്റുന്ന മണ്ഡലമാണ്. ഈ അൻവറിന് എത്ര വോട്ടുണ്ട്, എൽ ഡി എഫിന് എത്ര വോട്ടുണ്ട്, നമുക്ക് എത്ര വോട്ടുണ്ട്, എത്ര വോട്ട് കിട്ടിയാൽ ജയിക്കുക എന്നുള്ളത് കണക്ക് വെച്ചിട്ടുള്ള കളിയാണ്. ആ ആത്മവിശ്വാസമായിരിക്കും അവർക്കുണ്ടാവുക.